ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മളുടെ ലെഗ് ഡേ ആണിന്ന്. ആബ്സിനും വർക്കൗട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ലെഗ് ഡേ തുടങ്ങിയപ്പോൾ തന്നെ നല്ല രീതിയിൽ വർക്കൗട്ടും കാര്യങ്ങളും ചെയ്ത കാരണം നമുക്ക് ഒരു പരിപാടിയും നടന്നില്ല. പിന്നെ ആബ്സിൻ്റെ കാര്യമൊന്നും ചിന്തിക്കാനേ പറ്റാത്ത അവസ്ഥയായിരുന്നു. അരമലൊക്കെ കുഴഞ്ഞ് താഴെ വീഴുന്ന ഒരു അവസ്ഥയിലായി പോയി കേട്ടോ. സുനിലേട്ടൻ പിന്നെ ഇറങ്ങിയിട്ട് ലോട്ടറിയും കാര്യങ്ങളും ഒക്കെ എടുത്തു കേട്ടോ. എല്ലാവരും ഇന്ന് ആകപ്പാടെ കുഴഞ്ഞ അവസ്ഥയാണ് കേട്ടോ. ബോർഡിൽ രാജ് നിൽക്കുക തല കറങ്ങുന്നതെന്നും പറഞ്ഞിട്ടേ അരമല്. ഞങ്ങൾ എന്നിട്ട് നേരെ പങ്കീസിൽ പോയിട്ട് ഞാനാണെങ്കിൽ ഉപ്പിട്ടൊരു നാരങ്ങ വെള്ളമാണ് കുടിച്ചത്. കാരണം പോയ ഇലക്ട്രോലൈറ്റ്സൊക്കെ ഇത്തിരിയെങ്കിലും തിരിച്ച് കിട്ടണമല്ലോ. എന്നിട്ട് നമ്മൾ പുട്ട്, കടല ഒക്കെ ആയിട്ട് കഴിച്ചു. പിന്നെ കുളിച്ച് റെഡിയായിട്ട് ആൻറ്റിയേയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോകണമായിരുന്നു കേട്ടോ. നമുക്കൊരു ആയുർവേദ ഹോസ്പിറ്റലിലാണ് പോകേണ്ടത്. അപ്പോൾ അവിടെ നല്ല ആംബിയൻസ് ആയിരുന്നു. നല്ല ഭംഗിയായിരുന്നു അവിടെ നിൽക്കാനും. ഭയങ്കര ശാന്തമായിട്ട് കുറേ ചെടികളും മരങ്ങളും ഒക്കെ ആയിട്ട് നല്ലൊരു അടിപൊളി അന്തരീക്ഷം എന്ന് തന്നെ പറയാൻ പറ്റുന്ന ഒരു സ്ഥലം. എന്നിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് DTDCയിൽ നമുക്കൊരു കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു. അതെടുക്കാനായിട്ട് പോകണമായിരുന്നേ. അങ്ങനെ അതൊക്കെ വാങ്ങിയിട്ട് നേരെ വീട്ടിൽ വന്നപ്പം മാളു ചീരത്തോരനൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ മീൻകറി ഉണ്ടാക്കി. എന്നിട്ട് അതേപോലെ തന്നെ രസം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ എനിക്കുള്ള ചിക്കനും കാര്യങ്ങളും എല്ലാം അവള് വേവിച്ച് വെച്ചു കേട്ടോ. എന്നിട്ട് ഞാൻ വന്നിട്ടാണ് ഇത്തിരി ബട്ടറിനകത്ത് അത് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്തത്. കൊറിയർ വന്ന ഐറ്റം അൺബോക്സ് ചെയ്യാതെ എനിക്ക് ഒരു സമാധാനവും ഇല്ലായിരുന്നു. പിന്നെ പെട്ടെന്ന് തന്നെ വന്നിട്ട് അതെല്ലാം എടുത്തു കേട്ടോ. ഇത് അത്തീൻ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ഒരു ന്യൂട്രീഷ്യസ് ഫുഡാണ് കേട്ടോ. 2 ബോട്ടിൽ വന്നിട്ടുണ്ട്. ഞാനതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ അത് കഴിച്ചതിന് ശേഷം എങ്ങനെ ഉണ്ടെന്ന് ഞാൻ പറയാമേ. എന്നിട്ട് ഇതാ നമ്മൾ ലഞ്ചും കാര്യങ്ങളും ഒക്കെ കഴിച്ചു. മീൻകറിയും ചോറും ഒക്കെ ആയിട്ടാണ് കഴിച്ചത്. പിന്നെ ആദർശ് വിളിച്ച് പറഞ്ഞു. ആദർശ് ഗൾഫിലാണ്. അവൻ്റെ അച്ഛൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ പുള്ളിക്കൊരു ഷർട്ടും പിന്നെ അതേപോലെ തന്നെ ഒരു മുണ്ടും കേക്കും ഒക്കെ വാങ്ങിക്കൊണ്ട് കൊടുക്കണമെന്ന് പറഞ്ഞു. ഞാൻ പിന്നെ ശ്രീലക്ഷ്മിയിൽ നിന്നാണ് കേക്ക് വാങ്ങിയത്. അവിടെ നിന്ന് നാരങ്ങ വെള്ളമൊക്കെ കുടിച്ചിട്ട് നേരെ ആദർശിൻ്റെ വീട്ടിൽ ചെന്നു. അവിടെ ചെന്നപ്പോഴത്തേക്കിനും അച്ഛൻ അവിടെ ഇല്ലായിരുന്നു. പിന്നെ അമ്മയെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഏൽപ്പിച്ചിട്ട് എനിക്ക് ഹരിപ്പാട് വരെ പോകണമായിരുന്നു കേട്ടോ. എന്നിട്ട് തിരിച്ച് വരുന്ന വഴിക്ക് പെട്രോളൊക്കെ അടിച്ചിട്ട് നേരെ ഹരിപ്പാട് പോയി. അപ്പോഴത്തേക്കിനും ഇരുട്ടി കേട്ടോ തിരിച്ച് വന്നപ്പം. എന്നിട്ട് നമ്മുടെ ചാരുമൂട്ടിലുള്ള ആ ഫേമസ് ആയിട്ടുള്ള ഒരു നാരങ്ങ വെള്ള കടയാണേ. അവിടെ നിന്ന് ഒരു ഉപ്പിട്ടൊരു എരിവുള്ളൊരു നാരങ്ങ വെള്ളമൊക്കെ കുടിച്ചു. എന്നിട്ട് നമ്മുടെ മുട്ടയും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ട് വീട്ടിൽ വന്നിട്ട് മിക്സഡ് സ്പ്രൗട്ട്സും ചിക്കനും ഒക്കെ വെച്ചിട്ട് അടിപൊളി സാലഡും കാര്യങ്ങളും ഒക്കെ ഉണ്ടാക്കി കഴിച്ചു. ഫുഡ് കഴിച്ചതിന് ശേഷമാണ് നമ്മൾ ഇത് ഒരു സ്പൂണ് കഴിക്കേണ്ടത്. ഒരു ടീസ്പൂണാണ് കഴിക്കേണ്ടത്. അപ്പോൾ ഞാൻ കഴിച്ച് നോക്കി. നല്ല ടേസ്റ്റും കാര്യങ്ങളും ഉണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതിൻ്റെ റിസൾട്ടും കാര്യങ്ങളും ഒക്കെ പതിയെ വഴിയെ പറയാം കേട്ടോ. പിന്നെ വേറൊരു ബോട്ടിലുണ്ടായിരുന്നു. അത് ലേഡീസിനാണ് പ്രിഫർ ചെയ്യുന്നത്. അത് ഞാൻ മാളുവിനും കൊടുത്തു. അവൾക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടു. നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഓക്കെ. ബൈ ബൈ.